ഇത് ചാലക്കമ്പളത്തിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ്. ശരിക്കുള്ള വെളിച്ചെണ്ണയാണോ? പ്യൂർ ആണോ? അല്ല, ഇതാണ് പ്യൂർ. വ്യത്യാസം കണ്ടുപിടിക്കാം. ഇത് വെച്ചാലും ഒരിച്ചിരി പാലാവും, ഇത് വെച്ചാലും ഇത് പാലാവില്ല. ഞാൻ വെട്ടി വെക്കാൻ പറയുമ്പോൾ കേരം തിങ്ങും കേരള നാടൊക്കെയാണ്. പക്ഷെ ആവശ്യത്തിനുള്ള തേങ്ങയ്ക്കായി അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ടെന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ വെളിച്ചെണ്ണയ്ക്കടക്കം കിലോ 500 രൂപ കടന്നു. പക്ഷേ ഇപ്പോഴും പൊതുവിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ കിട്ടാറുണ്ട്. ഈ വെളിച്ചെണ്ണയെല്ലാം ശുദ്ധമാണോ? മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുകയാണ്. ഒരു ഫംഗ്ഷൻ എത്ര പറഞ്ഞു? 390. വലിയ വില കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങുന്ന പൊതുജനം വാങ്ങിക്കഴിക്കുന്ന എണ്ണ ശുദ്ധമാണോ എന്നെങ്കിലും അറിഞ്ഞിരിക്കണം. അതിനൊരു വഴിയുണ്ട്. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഈ വെളിച്ചെണ്ണ വച്ചാൽ മതി. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗമായ FSSAI നിർദ്ദേശിക്കുന്ന പരിശോധനാ മാർഗമാണിത്. പരമാവധി അരമണിക്കൂറേ വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാവൂ, അതും ഫ്രീസറിലാകരുത്. അരമണിക്കൂറിന് ശേഷം എണ്ണ എടുത്തു നോക്കുകയാണ്. കേരയും അതുപോലെ തന്നെ കിലോ 480 രൂപ കൊടുത്ത് വാങ്ങിയ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും പാൽ നിറത്തിലായി. ഇനി കിലോ 320 രൂപയും 380 രൂപയും കൊടുത്ത് വാങ്ങിയ വെളിച്ചെണ്ണയ്ക്ക് അനക്കമേ ഉണ്ടായിട്ടില്ല. പൊതുവിപണിയിലെ എണ്ണയേക്കാൾ കുറഞ്ഞ വിലയായതിനാൽ വെളിച്ചെണ്ണ അല്ലാത്തൊരു വസ്തു സാധാരണക്കാരൻ വാങ്ങിക്കഴിക്കുകയാണ്. ചില ഹോട്ടലുകാരും കാറ്ററിംഗുകാരും നമ്മൾ അറിയാതെ നമ്മളെ ഈ എണ്ണ കഴിപ്പിക്കുകയാണ്. ഉയർന്ന വിലയിട്ട് വിൽക്കുന്ന ഈ എണ്ണ എന്താണ്? ആരാണ് ഇതൊക്കെ വിപണിയിൽ എത്തിക്കുന്നത്? നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയേ മതിയാകൂ. കാരണം ഇത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നമാണ്.